മുത്തുമണീസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെറുതൊന്നും ശരിയായില്ല. അപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ, പലപ്പോഴും തേച്ചില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി, നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നൊരു ഓർമ്മയല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ അനിയൻ അവിടെ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു അണ്ണൻ വന്ന് എന്നെ വിളിച്ചത്. ഇന്നലെ രാത്രി താമസിച്ചാണ് ഉറങ്ങിയത്, 2 ദിവസമായി ഉറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഹാളിൽ പോവാം. പിന്നെ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആവണം. TV ഇട്ടേക്കുന്നു. അണ്ണൻ രാവിലെ 9 മണിക്ക് എണീറ്റു, ഞാൻ 10 മണിയായി കേട്ടോ. കേൾക്കുന്നോ ഞാൻ വല്ലതും പറയുന്നു? സാലിദ് മാമ പോയാ? സാലിദ് മാമ പട്ടിയെല്ലാം വലിച്ചു കീറുമെന്ന് എനിക്കറിയായിരുന്നു. എടുത്തോണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തലവെട്ടി ഒന്ന് വരാൻ പറ. അത് ഇന്നലെ നമ്മൾ പാലുകാച്ചന കഴിഞ്ഞിട്ട് ഈ ഫുഡ് വേസ്റ്റുകളും പാത്രങ്ങളും അതും ഇതൊക്കെ ഈ നമ്മുടെ ഈ പന്തലുകാരി എടുത്തോണ്ട് പോയില്ല കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു. നാളെ വന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി അത് പട്ടികൾ കടിച്ചു പറിച്ച് തന്നു. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടികളൊക്കെ കടിച്ചു പറിക്കുമല്ലോ, കടിച്ചു പറിച്ചെടുത്തു. അതാണ് അവൻ പറഞ്ഞത്. നോക്ക് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം വലിച്ചു പറിച്ച് നടന്നിട്ട് ഇന്നലെ ഉറങ്ങിയത്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ മുത്തുമണി ഹസാണ്ട്. പൊന്നൂസ് പല്ലൊക്കെ തേച്ച മോനെ. എങ്കിൽ ബാ. ഇന്നലെ ആയിരുന്നു പാല് കാച്ചി. വീഡിയോ എടുത്തോട്ടെ. ഇന്ന് ഞാൻ വന്നിട്ട് ഇന്ന് ഞാൻ എന്തോ തരും നിങ്ങൾക്ക്. ഞാൻ എണീറ്റതേ ഉള്ളൂ. ഓണത്തിന് വാ, നമുക്ക് സദ്യ തന്നെ. ബാ ഇരിയക്കാ. ബാ നമുക്ക് വീട് കാണാം. അത്തായും അമ്മായി ഇന്നലെ രാത്രി അങ്ങ് പോയി. ഞാൻ വിചാരിച്ചവരെല്ലാവരും ഇന്നലെ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. എല്ലാവരും ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റ ഓട്ടം. കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ അനിയനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നമുക്ക് പൊറോട്ട മേടിക്കാൻ. അതും കൊടുക്കണം. ഓ പറ. എന്താണ് ഓണത്തിന് വരും ക്ഷമിയക്കായും പിള്ളേരും ഒക്കെ. ആണ്ട് രാളിതിനെ കാണാൻ പറ്റിയല്ലോ. എന്തായാലും പിറ്റേന്നായാലും ഒക്കെ വന്നല്ലോ, സന്തോഷം. ഫ്രിഡ്ജിൽ നമ്മുടെ ഇന്നലത്തെ പാലാശിൻ്റെ ബാക്കി വെജിറ്റബിൾ കറിയും പൊറോട്ട ഇഷ്ടംപോലെ ഇരിക്കുന്നു. പക്ഷേ ചൂടാക്കാനുള്ള പാത്രം നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കാറിൽ നിന്ന് അനിയനെ പറഞ്ഞു വിട്ട് പൊറോട്ട മേടിച്ച് കടലക്കറിയും പാത്രത്തിൽ കൊടു. ഒതുങ്ങി നമ്മുടെ ഫോൺ കഴുകി. ഇന്നലെ രാത്രി അടങ്ങി സാക്ഷി അടങ്ങി എന്നെ മേളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴാണെങ്കിലേ ഞാനാണെങ്കിൽ സ്വപ്നം കണ്ടു. ഒരു വിഷമ സ്വപ്നം കണ്ടു. അങ്ങനെ ഞാൻ കരഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നു. പഴയ വീട്ടില് കിടന്ന് ശീലമായോണ്ട് ഇവിടെ കിടക്കുമ്പോ പെട്ടെന്ന് വീട് മാറിയപ്പോ പേടിച്ച് കഴി ചാച്ചി പൊന്നു കഴിച്ചിട്ട് അമ്മ മരുന്ന് തരാം കേട്ടോ. മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ പാല് കാച്ചിൻ്റെ മേളം നോക്കൂ. ഇത്രയും എൻ്റെ പഠിച്ചവനെ. അത്രയും ഭയങ്കര സ്മെല്ല്. അയ്യോ എനിക്കറിയത്തില്ല, തന്നെ ഇട്ട് ഞാൻ തോന്നി. ഞാൻ ഡൈനിങ് ടേബിൾ അവിടെ ഇട്ടതാ. അന്നേരം കത്തി പെട്ടെന്ന് വൃത്തിയാക്കി തരൂ എല്ലാം. രാധാകൃഷ്ണനെ വിളിക്കാൻ വയ്യായിരുന്നോ? മുട്ടുസൂചിയൊക്കെ അഴിച്ച് തോണിയൊക്കെ എടുത്ത് ദൂരെ കാണാം. എന്നിട്ട് ഇത് കത്തിയിരി. എൻ്റെ റബ്ബേ, സമയം 11:45 12:45. സാക്ഷി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. തൂക്കുന്നു തുടയ്ക്കുന്നു. ഇന്നലെ ഒരു യുദ്ധമായിരുന്നല്ലോ ഇവിടെ. അതെല്ലാം കഴിഞ്ഞ്
എത്ര തൂത്തിട്ടും തുടച്ചിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇനി നല്ലപോലെ ആക്കിയാലേ ഇതാവും. ഇനി പുറത്ത് കുറച്ചുകൂടെ ചവിട്ടിയൊക്കെ മേടിക്കണം കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് വിരിച്ചൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് പാലുകാച്ചിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇനി മറ്റേ നമ്മൾ താമസിച്ച വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഇനി ലോറിയോ ലോഡിങ്ങാരെയൊക്കെ വിളിച്ചിട്ട് വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതുകൂടെ ഒക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. താങ്ക് യു. CPIM. ഇത് സത്യണ്ണ ഇന്നലെ മരണം ഉണ്ടായിരുന്നു. ആ മെലിഞ്ഞല്ലോ, വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഷുഗർ വല്ലതും ഉണ്ടോ? ഇല്ല, ഭയങ്കര ക്ഷീണിച്ച്. ആ എല്ലാ പാർട്ടിക്കാരുടെയും ഫോട്ടോ. ഇനി ഒരു ഫോട്ടോയും കൂടെ വെക്കാനുണ്ട്. ഇത് സോറി, ക്ലബ്ബുകാരുടെ. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഒരെണ്ണം. രണ്ടും കമ്മ്യൂണിസ്റ്റ്. രണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഒരു കോൺഗ്രസ്സുകാരുടെയും. ശരിയുണ്ട്. നമുക്ക് ഒരു അരിവാൾ ചുറ്റിക ഉണ്ട് വീട്ടിന്റെ മണ്ടയില്. വീടിന്റെ മണ്ടയിൽ ചുറ്റിക. ദാണ്ടണ്ണേ, ഈ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് പക്ഷെ വെക്കാൻ സ്ഥലമില്ലല്ലോ. തൂക്കിയിടണം. അത് തൂക്കിയിടണം, കാരണം വലുതാ. അതുകൂടെ ഇത് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന അനിയന്മാർ തന്നെ. അത് വെക്കാനുള്ള സ്ഥലമില്ല. അത് നമുക്ക് എവിടെയെങ്കിലും ഗ്രില്ല് ചെയ്ത് തൂക്കിയിടാം. പശ വെച്ച് ഒട്ടിക്കുമ്പോൾ വെയിറ്റ് കാരണം തറയിൽ വീഴുന്നു. ഞങ്ങൾ അങ്ങനെ ശ്രമിച്ച് നോക്കി. യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ ഒക്കെ വെച്ചപ്പോൾ തറയിൽ വീണ്. ചിലപ്പം ഗ്ലാസ് പടവൂന്ന് മുന്നേ പൊട്ടും. 2 ദിവസം കഴിയുമ്പോൾ ഞാനും മനസ്സിൽ വല്ലതും പൊന്നൂസിനെ വീട് മിസ് ചെയ്യുന്നു. ഇതാ ഇഷ്ടമാണ്. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, ഡ്രസ്സ്, നാളെ ഇവരെ സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നേ. കുറച്ച് മാറ്റാം. പൊന്നൂസിന് ഈ വീട് മതി നണ്ണേ. ഈ വീട് മിസ് ചെയ്യുന്നെന്ന്. എന്താ മക്കൾ ഇവിടെ നിന്നോളെ. അത്താക്ക് ഇഷ്ടമല്ല. അത്താടെ വീടാ ഇഷ്ടം. എന്റെ പഴയ സൈക്കിൾ അവിടെ വരും. അത് പുതിയ സൈക്കിൾ എങ്ങനെയും കൊണ്ടുപോകും. കുട്ടികളെ ഞാൻ മിസ് ചെയ്തില്ല, കാരണം എല്ലാത്തിനെയും ഞാൻ പറക്കി തന്നെ ഇപ്പൊ കൊണ്ടുപോകും. സാധനം അടി അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ മാത്രം എടുക്കുന്നുണ്ട് മുത്തുമണി. നാളത്തേക്ക് ആവശ്യമായത് ഇതൊക്കെ താണ്ടേ. നമ്മളെ കുറേ ട്രോഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്തുകൊണ്ട് പോകണം. എൻ്റെ പൊന്നേ, നമ്മുടെ കാറിൽ കൊള്ളുന്നതൊക്കെ അതൊക്കെ എടുത്ത്. ആന്ന് അതെ, അവളുടെ ട്രോഫി നിരത്തി വെച്ചപ്പോൾ അവൻ്റെ ട്രോഫികൾ പറയുവാണ്. ദേ അത്തായും അമ്മയും ഡാഡിയും മമ്മിയും. എന്തുവാ മോനൂട്ടോ സമ്മാനങ്ങള്? അതിനെന്താ നല്ലയല്ലയോ? പൊന്നുന്റെ കാണിക്കുന്നു. ഹെൽമെറ്റ് കൊണ്ട് അടിയിൽ കിടക്കുന്നവന്റെ. ഇല്ല, അവൻ അവിടുന്ന് ബസ്സിൽ കയറിയൊന്നു. പൊന്നു ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നിരത്തി വെക്കുമ്പോൾ അത് താഴെ വീണ് നിന്റെ പൊട്ടും. അതുകൊണ്ട് അടങ്ങിയേരി. ഇന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുക്കൂ. ഡാഡി മതി. എന്തുവാ അണ്ണന്റെ കുറെ ഡ്രസ്സുകൾ എടുത്ത് ഇനി ഇതൊക്കെ അടുക്കി പറക്കി ആ കബോർഡിൽ സെറ്റ് ആക്കണം. 5 മണിയായി സമയം. ഇപ്പൊ തന്നെ ഡിക്കി നിറഞ്ഞ്. എന്തായാലും അത്യാവശ്യ സാധനം കൊണ്ടുപോയേ പറ്റും. പൊന്നൂസിന് കൊണ്ടുതന്നെ സൈക്കിൾ കൊണ്ടുപോകാത്ത വിഷമമുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം കേട്ടാ. അത്താടെ ഷർട്ട് ബോറടി മാറ്റാടി അമ്മ കൊണ്ടുപോവാം. ഞങ്ങൾ പോവാറായിട്ടത് ഇവിടെ കൊറേ ചെടിയും വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരു വലിയ കുഴിയെടുത്ത് പണിയും നട്ടിട്ടുണ്ട്. താണ്ട പൊന്നുവിൻ്റെ ഒരു പാൻറ് കിടക്കുന്ന ഇങ്ങ് എടുത്തോണ്ട് പോവാ പൊന്നു, കൊണ്ടുപോവാ. ആ എട് ബാ കാറി കൊണ്ടുപോയി ഒരു ചെറിയ ബേസ് ബോർഡില്. ആ അങ്ങനെ ഒത്തിരി സാധനങ്ങളുമായി ഞങ്ങൾ പോകുന്നു. ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സാച്ചി? ഓ അണ്ണ അങ്ങ് പറഞ്ഞു പോന്നു. അതെ അണ്ണന് പിന്നെ പോന്ന് പറയാലോ. എന്റെ തോളത്ത് കയറാൻ എന്റെ നിന്റെ അത് ഭയങ്കര ഇതാ. നമ്മളാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ല, തിരിച്ചും ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളായിട്ട് ആർക്കാലും തട്ടിക്കളിക്കാം. അതെ പ്രായമായി പ്രായമായി പക്വതയില്ലാന്ന് കരുതി ഞങ്ങൾ വെറുതെ 10-17 വയസ്സിന് കണ്ടാ പറയത്തില്ലേ ഫ്രണ്ട്സ്, വെറുതെ വിട്ട് താളം അടിക്കാൻ നിൽക്കുന്നത്. 45 വയസ്സുള്ള നീയാണ് എന്നെക്കാളും കളവെന്ന് പറയുന്നത്. ഓ അണ്ണേ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാമേ, തലവേദന എടുക്കണം. മോനോട് തന്നെ ഒരു ഏത്തക്കപ്പം മതിയോ? ബാഗിലെടുത്ത് വെച്ച് മോനെ. വാ എടുത്തെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. വാ എന്റെ ദേഹത്തൊരു വ്യത്യാസമുണ്ട്. ഇത് അത്താട് വാ ചായ കുടിക്കാം. ചേട്ടാ 3 ചായ. ചാച്ചിക്ക് എന്ത് വേണം? മോനൂട്ടൻ ഒരു ഉഴുന്ന് ഏത്തക്കപ്പം. പൊന്നൂന് എന്താ വേണം? എന്താ വേണം? കുഴക്കട്ടയോ? അണ്ണേ അവന് ഏത്തക്കപ്പം മേടിക്കണേ. ആവശ്യമായ കുറച്ച് സാധനങ്ങളെ. പൊന്നു ഡാർക്ക് ഫാൻറ്റസി സ്നാക്സ് ഇതാണോ? കോഫി ബിസ്ക്കറ്റാ? ഡാർക്ക് ഫാൻറ്റസി ഇതും കൊള്ളാമല്ല. സ്റ്റാർ ബിസ്ക്കറ്റ് രണ്ടെണ്ണ. ഓക്കെ നാളത്തേക്ക് അത്യാവശ്യം എന്തുണ്ട്? ആ ബ്രഷ്. അത് ബ്രഷും ബാത്റൂം ലോഷനൊക്കെ മേടിക്കും. ഇതുകൊണ്ടെണ്ണേ അങ്ങനെ ഇത് മേടിക്ക്. അപ്പോൾ അതിൽ അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. ചുമ്മാ ചാരിയൊക്കെ ഉണ്ടല്ലോ. ഓ ഫ്രണ്ട്സ്, പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്കൂളിലേക്ക് വന്നത്. മാറമ്മ പുട്ടെടുക്കട്ടെ? ഇത് വേണോ? പുട്ട് വേണേ. കോഫി വേണ്ട. അമ്മ ഇന്നലെ മേടിച്ചത് ബാലൻസ് ഇരിക്കും, ദോഷമാവ്. അപ്പം അത് വേണ്ട. 4 എടുത്താൽ എല്ലാം 2 എടുത്താലും മതി. താഴെ 2 ബാത്റൂം, മേളി 2 ബാത്റൂം ഇട്ടത്. അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്. ഓ നല്ലയാ പൊന്നെ. തവിട് പുട്ട് നല്ലയാ പൊന്നെ, അല്ലേ? ബാ ബാ വേറെ സാധനങ്ങൾ നോക്കാം. ബൂസ്റ്റ് വേണോ? ബൂസ്റ്റൊന്നും വേണ്ട, ബൂസ്റ്റൊന്നും വേണ്ട. അമ്മക്ക് വേറെ കുറച്ച് സോപ്പ് പെട്ടി വേണ്ട. അതൊന്നും വേണ്ട. നമുക്ക് ഗുഡ് നൈറ്റ് മേടിക്കാം. ഇത് പിടിച്ചേ. ഗോൾഗേറ്റ് ഒരു ഇതുണ്ടോ നോക്ക് പൊന്നു. ബാസ്ക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചേ. അണ്ണേ ലോഷൻ വേണ്ടേ? ഇങ്ങി ബാ. ലോണ്ടേ സോപ്പ് സോപ്പ് ശാന സോപ്പ്. ഇവിടെ വന്നപ്പോ ഞാനൊരു വെറൈറ്റി ഐറ്റം കണ്ടു. അമ്മ സ്നിക്കേഴ്സിന്റെ എറൈസർ ആണോ അത്? മുട്ടായി അടി. അല്ല എറൈസർ മായ്ക്കിടാറാ. കൊള്ളാലോ. അവനോട് എടുത്തോ, അവനോട് എടുത്തോ. അതേ ഒത്തിരി ഉണ്ടല്ലോ വെറൈറ്റി ഐറ്റംസ്. ഒത്തിരി എടുക്കണ്ട, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 2 എണ്ണം. നിനക്കൊന്ന്, മോനൂട്ടനൊന്ന്. ഓക്കെ. സ്നിക്കേഴ്സിന്റെ റേസർ. പിന്നെ ഏതെടുക്കാനാ? അത് മതി, എറൈസർ അത് മതി. ഒത്തിരി എറൈസറിന്റെ ആവശ്യം നമുക്കില്ല. വേണ്ട, ഇച്ചിരി എന്തേലും മതി, കുറച്ചരി മതി. ഇന്നത്തേക്ക് മതി അണ്ണേ. പൊന്നു എറൈസർ എന്തിനാ എല്ലാം കൂടെ? വേണ്ട പൊന്നെ. അത്ത വഴക്ക് പറയും. വഴക്ക് പറഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് 2 എണ്ണം വെക്ക്, തിരിച്ചു വെക്ക്. 2 എണ്ണം എടുത്തോ? മതി, ബാ. ഓക്കെ പോ. മുളക് പൊടി, സാമ്പാർ പൊടി എടുത്തു. ചിക്കൻ മസാല എടുത്തേക്കാം. മല്ലിപ്പൊടി എടുത്തു. പിന്നെ എന്തെങ്കിലും വേണോ? പെരുംജീരകം വേണം. ഗരം മസാല. തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ. ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങ് എടുത്താലോ അണ്ണേ? അണ്ണേ ചിലപ്പോൾ വേറെ മേടിച്ചാലും എന്നാ ഒന്നോ എടുത്തോ. ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എടുത്തോ ഇഷ്ടമുള്ള. മോനുക്കുട്ടനും പൊന്നൂനും കൂടെ എടുത്തോ.
അത് മതിയോ? അങ്ങനത്തെ മതിയോ? എന്തോ ജെല്ലിയോ? വേണ്ട, ജെല്ലി വേണ്ട, മുട്ടായി എടുക്കാം. ബാ. അല്ല, ഇത് ഒറിജിനൽ ചോക്ലേറ്റ്. അണ്ണ ഇത് കടലയും കൂടെ എടുത്ത് തരാം. എന്നാണ്ട് ബാഗൊക്കെ എടുത്ത് മേളി അമ്മായി ടീ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ട് വെക്ക്. സാധനങ്ങളെല്ലാം ഇനി ഓരോരോ ടിന്നിലാക്കണം. ഈ തുണി സാക്ഷിയാണ് പ്രാന്തിയായി. ഭയങ്കര ആഗ്രഹം യൂട്യൂബിലിട്ട് വൈറലാവണമെന്ന്. ശരി, മുട്ടായി കൊടു. നമ്മളിതേ ഈ ഒരു സ്നിക്കേഴ്സിന്റെ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കൊടുക്കാം. വയറിളക്കണോ? നല്ല വയറലാവണോ? ആ, കൊടു. ഇരി. ഈ ഒരു സ്നിക്കേഴ്സ് കഴിക്കുന്നത് കാണാൻ ഇത്ര എന്തു ഭംഗി ഒന്നുമില്ല. ശരി, നിങ്ങളുടെ ആഗ്രഹമില്ല. കോട് അത് അവൻ തുറന്ന് തിന്നത്തില്ല. അത് എറൈസറാടാ, എറൈസർ മായ്ക്കണവര്. ഇപ്പൊ പോയപ്പോ വീട്ടില് തേങ്ങ ഇരിപ്പുണ്ട്. ഞാൻ അത് എടുക്കാന്ന് കരുതിയിട്ട് അണ്ണനിട്ട് പറഞ്ഞ ഒരു തേങ്ങ മതി എന്നിട്ട് ഇപ്പൊ തേങ്ങ എടുത്തില്ല, മറന്നു. ഒത്തിരി സാധനങ്ങൾ മേടിച്ചപ്പോ ഒരു ബക്കറ്റ് ഫ്രീ കിട്ടി കേട്ടോ. ഇതില് എഗ്ഗിന്റെ ഡ്രൈയിങ് എടുക്ക് സാജി. എഗ് ഡ്രൈ. നിങ്ങളുടെ ബാഗ് നിങ്ങൾ മാത്രം. ശരി. സ്റ്റഡിങ് റൂമിലല്ല, ഇപ്പൊ തൽക്കാലം ഹോളിൽ അത്ത ഇത് ഇട്ടിട്ടുണ്ട്, അവിടെ വെക്ക്. ഇതുകൊണ്ട് ഇവിടെ മേലത്തെ ഹോളില് സ്റ്റഡിങ് റൂമില്. പിന്നെ പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ വെക്കാം. അണ്ണേ, നിങ്ങൾ സാധനങ്ങൾ എന്തായാലും മേടിക്കാൻ പോകില്ലേ? പോകുന്ന സമയത്ത് വേസ്റ്റിന്റെ ഒരു ബക്കറ്റ് മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? അല്ലെ, തുറക്കുന്ന ഈ പ്ലാസ്റ്റിക്. കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി തുറന്നിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ ഇത് കൊണ്ടുവരാം. ഫുഡ് വേസ്റ്റ് ഇടാൻ മേടിച്ചോണ്ട് വരണേ. അച്ചാർ നിങ്ങൾ എടുത്തോ? ഇതൊക്കെ എവിടെ വെക്കണേ? അച്ചാറിനൊക്കെ അപ്പുറത്തെ അടുക്കള എവിടെയും പോയി. ബാത്റൂമിൽ പോലെ പൊടിച്ചു വെക്കും. എൻ്റെ മുത്തുമണീസ്, എൻ്റെ ഈ കിതപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മണിക്കൂറായിട്ടുള്ള അടുക്കിപ്പറക്കും തുണി മടക്കൊക്കെ ആയിരുന്നു. ഉളുക്കി പിടിച്ച്, എൻ്റെ പൊന്നേ, ഉളുക്കി പിടിച്ചു. സാച്ചി താണ്ടതെല്ലാം കഴിഞ്ഞ് തൂപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ബാത്റൂമിലോട്ട് കയറി. നാളെ സാച്ചി അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ ഓടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അണ്ണനും ആബിദും കൂടി പൊന്നൂസിനെ മോനോട്ടനെ സൈക്കിൾ എടുത്തുകൊണ്ട് വരാൻ പോയി. ഇവർക്ക് രണ്ടുപേർക്കും ബോറടിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം ഈ ഏരിയയിൽ ഇപ്പം അപ്പുറത്തോട്ട് ഇവരെ കൂടെ ട്യൂഷൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കളിയും ബഹളമാവല്ലേ, പരിചയപ്പെട്ട് വരണമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീട്ടിൽ നിന്ന് പിന്നെ നമ്മുടെ അണ്ണൻ ഈ വീടുമായിട്ട് ഭയങ്കര സ്വർഗ്ഗമാണ്. കാരണം എന്ന് വെച്ചാൽ സാധാരണ രാവിലെ മുതൽ ഇവിടെ പണിക്കാരുണ്ടെങ്കിൽ ഇവിടെയാണ്, രാത്രി വരെ അണ്ണ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് അണ്ണൻ വരാനേ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടെങ്കിൽ വിളിച്ച് വരുന്നു. അപ്പോൾ അണ്ണൻ ഇവിടെ നിന്ന് ഇതിൻ്റെ ആ തുടക്കം തൊട്ട് അവസാനം വരെ നിന്നുകൊണ്ട് അണ്ണൻ ഇവിടെയാണ് ഏറ്റവും സന്തോഷം. അണ്ണൻ പറയാൻ എനിക്കിവിടെ ആ സ്വർഗ്ഗം. പക്ഷെ ഞാനും മുന്നൂസും മോനുകുട്ടനും അങ്ങനെ എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ അല്ലേ വീട്ടിലോട്ട് വന്ന് കാണും. അപ്പോൾ ആ വീട്ടിലാണ്. അപ്പം പെട്ടെന്നത് വേറൊരാളുടെ വീടാണെങ്കിൽ പോലും നമ്മൾ ആ വീടുമായിട്ടൊരു ഭയങ്കര ഒരു കണക്ഷൻ. അപ്പോൾ എനിക്കിപ്പം ഞാനൊരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ വീടുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല, നമ്മുടെ സ്വർഗ്ഗമാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറിച്ചിങ്ങോട്ട് പെട്ടെന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഒരു 2-3 ദിവസത്തെ ഒരു മൈൻഡ്. അത് കഴിയുമ്പോൾ സെറ്റ്. പിന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് അയക്കുമ്പോൾ സെറ്റ്. ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കുറച്ച് സാധനങ്ങൾക്ക് അങ്ങോട്ട് ഓടണ്ടേയും ആ ഒരു മൈൻഡ്. അപ്പോൾ പൊന്നൂസിനും മോട്ടനും ഇവിടെ ബോറടിക്കുന്നു. അപ്പോൾ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ആബിദും അണ്ണനും കൂടി പോയാൽ, കാരണം അന്നേരം നമ്മൾ വന്നപ്പോൾ ഒരുപാട് സാധനം കൊണ്ട് പറ്റത്തില്ല. ഇതിപ്പോൾ ബാക്കിലെ സീറ്റ് മടക്കി വെച്ചിട്ട് സൈക്കിൾ വെച്ചുകൊണ്ട് വരും. അവരിവിടെ ഓടിക്കളിച്ചൊക്കെ നടക്കും. നാളത്തോട് സ്കൂളിൽ വിടണം. സ്കൂളിൽ ഇന്ന് മുടങ്ങിയല്ലോ, അപ്പോൾ പിന്നെ ഇനി അവർക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ കാണും.
വേണം. പിന്നെ കുഞ്ഞുങ്ങൾക്കും അത് നല്ല 2 ദിവസം കൊണ്ട് പൊന്നൂസിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടി മൂന്നുകുട്ടനെ അങ്ങ് ക്ഷീണിച്ച്. കാരണം അലച്ചിൽ ആ 2 ദിവസം ഉറക്കമില്ലായ്മയൊക്കെ ആയതുകൊണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ റെസ്റ്റ് എടുത്തൊക്കെ അവരുടെ ആ ഒരു പ്രസരിപ്പൊക്കെ വരും. അപ്പോൾ ഇനി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം അടുക്കി പറക്കിയാലൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കണം മുത്തുമണീസ്. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. രാത്രിത്തെ നമ്മുടെ ഫുഡ് എൻ്റെ പൊന്നെ തൊണ്ടയൊക്കെ ശരിയാവുന്ന സമയത്ത് അൽഫാം മന്തിയാണ് കേട്ടോ. നല്ല അടിപൊളി അൽഫാം മന്തി. കുറച്ചെടുക്കട്ടെ. അവിടെ സൈക്കിൾ ഓട്ടുന്നതിന് ബഹളം കൊണ്ട് അവർക്ക് വിശപ്പൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ മന്തി എടുത്തു. എന്നാ ഇതും കൂടെ കൊണ്ടുപോകും. അപ്പം മുത്തുമണീസ് അണ്ണൻ പറ അതിൻ്റെ പോറ പൊന്നൂസ് മോണ്ടനും സാച്ചിയും വെളിയിൽ. സാച്ചിയാണ് ഭയങ്കര ആഘോഷത്തിൽ സൈക്കിൾ ഓട്ടൊക്കെയാണ് റോഡിൽ കേട്ടോ. അതെ, നാട്ടുകാർ എന്ത് വിചാരിക്കുന്ന എനിക്കറിയില്ല. എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. അല്ലേ സാറേ ഭയങ്കര സൈക്കിൾ. സാച്ചിയുണ്ട് കൂടെ, രണ്ട് ടെൻഷനില്ല. അണ്ണൻ മൈൻഡ് പോറാ. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷമായിട്ട് പോയി. ഞങ്ങളുടെ പുതിയ വീട്ടില് ട്രെയിനിങ് തരാൻ സാക്ഷി ഉണ്ടല്ലോ. ഞാൻ ഇവിടെ വേറെ ട്രെയിനിങ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ മുത്തുമണീസ്, ടാറ്റാ. ഞങ്ങൾ കഴിക്കട്ടെ.